ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കേരള ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ടുള്ള അപ്ഡേറ്റുമായിട്ട് വന്നിട്ടുള്ളത്. കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ ആരാധകർ സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇതാ ഒരു ആരാധകൻ്റെ പോസ്റ്റ് വളരെയധികം ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത സീസണിൽ ബ്ലാസ്റ്റേഴ്സിൽ ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഗോൾ കീപ്പറെ വേണമെന്നാണ് അദ്ദേഹം പറയുന്നത്. സച്ചിനെ ഒഴിവാക്കിക്കൊണ്ട് ഒരു ISL എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഗോൾ കീപ്പറെ കൊണ്ടുവരണം, ലാവേഷർ പോലത്തെ ഒരു ഗോൾ കീപ്പറെ കൊണ്ടുവരണമെന്നാണ് അദ്ദേഹം പറയുന്നത്. പിന്നീട് കേരള ബ്ലാസ്റ്റേഴ്സ് നോഹ സദോയിനെ ഒഴിവാക്കിക്കൊണ്ട് ഒരു ഫോറിൻ വിങ്ങറെയോ ഫോറിൻ ഫോർവേഡിനെയോ കൊണ്ടുവരണമെന്നാണ് അദ്ദേഹം പറയുന്നത്. പിന്നീട് അദ്ദേഹത്തിൻ്റെ അടുത്ത അഭിപ്രായം പറയുന്നത് ബ്ലാസ്റ്റേഴ്സ് ഒരു സെൻട്രൽ ബാക്കിനെ കൊണ്ടുവരണം, ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള സെൻട്രൽ ബാക്കിനെ കൊണ്ടുവരണം, ടിനിയെ പോലത്തെ ഒരു സെൻട്രൽ ബാക്കിനെ കൊണ്ടുവരണം എന്നാണ് അദ്ദേഹം പറയുന്നത്. വിലോസിനെ ഒഴിവാക്കിക്കൊണ്ട് ഒരു സെൻട്രൽ ബാക്കിനെ കൊണ്ടുവരണമെന്നാണ് അദ്ദേഹം പറയുന്നത്. കുറച്ച് ദിവസം മുന്നത്തെ റിപ്പോർട്ടുണ്ടായിരുന്നു, അഷ്നയുടെ ലൈവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു മിലോസിനെ ഈ ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. I-League ടീമുകളോ ISL ടീമുകളോ മിലോസിനെ എടുക്കാൻ തയ്യാറാണെങ്കിൽ ബ്ലാസ്റ്റേഴ്സ് ഒരു ഫോറിൻ സെൻട്രൽ ബാക്കിനെ ടീമിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളത്. ഇപ്പോൾ ആരാധകരും അതിലാണ് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. മിലോസിനെ ഒഴിവാക്കിക്കൊണ്ട് ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള സെൻട്രൽ ബാക്കിനെ കൊണ്ടുവരണമെന്നാണ് ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സ് ഫാൻസ് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഏതായാലും വരും ദിവസങ്ങളിൽ ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ എന്തെങ്കിലും ചേഞ്ചുകൾ വരുമോ എന്നുള്ളത് നോക്കാം. ഏതായാലും അടുത്ത സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ കേരള ബ്ലാസ്റ്റേഴ്സിലെ മാത്രമൊന്നും കാര്യമായ മാറ്റങ്ങൾ ഉണ്ടാവുമെന്നാണ് ഇപ്പോൾ ന്യൂസുകൾ വരുന്നത്.